ഒന്ന് എഴുന്നേൽക്ക് മോനെ. എത്ര നേരമായി നിന്നെ വിളിക്കുന്നു. രാത്രി നേരത്തെ കിടന്നാലും രാവിലെ എഴുന്നേൽക്കാൻ എന്തു മടിയ ചെക്കന്. അമ്മയുടെ പരിഭവം കലർന്ന ശകാരം കേട്ടാണ് ഞാൻ എഴുന്നേറ്റ് വന്നത്. ബ്രഷിൽ പേസ്റ്റ് തേച്ച് ഉറക്കം തൂങ്ങുന്നത് കണ്ടപ്പോൾ അമ്മ പിന്നെയും വന്നു. ഒന്ന് വേഗമാകട്ടെ മോനെ. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത നിനക്ക് ഓർമ്മയുണ്ടോ? ഇന്ന് നിന്റെ അപ്പാപ്പന്റെ ഓർമ്മ ദിവസമാണടാ. അമ്മ പറഞ്ഞപ്പോഴാണ് ഞാനത് വീണ്ടും ഓർത്തത്. ഇന്നലെ രാത്രി കല്ലറയിൽ പോകാനുള്ള പൂക്കളൊക്കെ ഒരുക്കിയിട്ടാണ് കിടന്നത്. രാവിലെ ഉറക്കപ്രാന്തിൽ അത് വിട്ടുപോയി. ഞാൻ വേഗം പോയി പല്ല് തേച്ച് കുളിച്ച് റെഡിയായി വന്നു. അമ്മ വേഗം അടുക്കളയിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ കൊണ്ടുവന്ന് തന്നിട്ട് പറഞ്ഞു, നീ വേഗം പോയി അപ്പാപ്പന്റെ കല്ലറയിൽ പൂക്കളും മെഴുകുതിരികളും വെച്ചിട്ട് കുർബാനയ്ക്ക് കയറിക്കോളൂ. ഞങ്ങളും വേഗം റെഡിയായി വരാം. ഞാൻ ബൊക്കെ ഒരു കവറിലാക്കി കുടുക്കയിൽ നിന്ന് മെഴുകുതിരി വാങ്ങിക്കാൻ ഒരു 50 രൂപയും എടുത്ത് സൈക്കിളുമായി ഇറങ്ങി. എൻ്റെ അപ്പാപ്പന് ഞാനിത് കൊണ്ടുചെല്ലുന്നത് കാണുമ്പോൾ സന്തോഷമാകും. ഇന്നത്തെ ദിവസം ഞങ്ങൾ വരുന്നതും നോക്കി ഇരിക്കുകയായിരിക്കും. സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ കല്ലറയിൽ പോയി അപ്പാപ്പനോട് കുശലം പറയാറുണ്ട്. അവിടെ മെഴുതിരി കത്തിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നീ എന്താ ഇപ്പം ഇങ്ങോട്ട് വരാത്തത് എന്ന അപ്പാപ്പൻ എല്ലായ്പ്പോഴും ചോദിക്കും പോലെ എനിക്ക് തോന്നും. പള്ളിക്കടുത്തുള്ള കട തുറന്നിട്ടുണ്ട്. ഞാൻ ഒരു കൂട് മെഴുകുതിരിയും വാങ്ങി പള്ളിയിലേക്ക് നടന്നു. സമയം രാവിലെ 5:30. കുർബാന തുടങ്ങാൻ ഇനിയും അരമണിക്കൂർ കൂടെയുണ്ട്. ഞാൻ അപ്പാപ്പൻ്റെ കല്ലറ മനോഹരമായി അലങ്കരിച്ചതിന് ശേഷം ഒരു ചെറു പ്രാർത്ഥനയും ചൊല്ലി കുർബാനയ്ക്ക് പള്ളിയിലേക്ക് കയറി. കുർബാനയ്ക്ക് ശേഷം എല്ലാവരും സെമിത്തേരിയിലേക്ക് പോയി. അച്ഛൻ വന്ന് ഒപ്പീസ് ചൊല്ലി തുടങ്ങി. അപ്പാപ്പനെ പറ്റിയുള്ള ഓർമ്മകൾ എൻ്റെ മനസ്സിലേക്ക് തിരമാലകൾ പോലെ അലയടിച്ചുയർന്നു. അപ്പാപ്പന് കുഞ്ഞു കുട്ടികളെ എടുക്കാൻ പേടിയായിരുന്നെന്നും അതുകൊണ്ട് എന്നെ ആദ്യമായി കാണാൻ ഹോസ്പിറ്റലിൽ വന്നപ്പോൾ എടുത്തില്ലായിരുന്നെന്നും പക്ഷേ അടുത്തുനിന്ന് മാറാതെ കുറേ നേരം നോക്കി നിന്നെന്നും അമ്മ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് പയ്യെ പയ്യെ എന്നെ എടുക്കാൻ തുടങ്ങി. കുഞ്ഞായിരുന്നപ്പോൾ ഞാനൊരു വാശിക്കാരനായിരുന്നു. നിർത്താതെ കരയുമ്പോൾ അപ്പാപ്പൻ വന്ന് എടുത്ത് താരാട്ട് പാടുമ്പോൾ പെട്ടെന്ന് ശാന്തനാകുമായിരുന്നു ഞാൻ എന്നമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പാപ്പൻ നല്ല ഈണത്തിൽ പാടുമായിരുന്നു. കുറച്ചുകൂടി വലുതായപ്പോൾ അപ്പാപ്പൻ്റെ കൂടെ ചൂണ്ടയിടാൻ പോകുന്നതായിരുന്നു എൻ്റെ ഇഷ്ടപ്പെട്ട വിനോദം. അപ്പാപ്പന് മീൻപിടുത്തം ഒരു ഹരമായിരുന്നു. എത്ര നേരം വേണമെങ്കിലും ക്ഷമയോടെ ചൂണ്ടയും കൊണ്ടിരിക്കും. കൂട്ടത്തിൽ ഒരു ചെറിയ ചൂണ്ട എനിക്കും തരുമായിരുന്നു. കുഞ്ഞി പരൽമീനൊക്കെ ചൂണ്ടയിൽ കുത്തുമ്പോൾ എനിക്കെന്ത് സന്തോഷമായിരുന്നെന്നോ. വീട്ടിൽ കുരിശു വരയ്ക്കുന്ന സമയത്ത് എപ്പോഴും ഞാൻ അപ്പാപ്പൻ്റെ അടുത്തേ മുട്ടുകുത്തു. കുരിശു വരയ്ക്കുമ്പോൾ തെറ്റിയാൽ നല്ല കിഴക്ക് വെച്ച് തരുമായിരുന്നു. വൈകിട്ട് അപ്പാപ്പൻ കടയിൽ പോയി കൂട്ടുകാരുമായി കുശലം പറഞ്ഞ് തിരിച്ചു വരുന്നതും നോക്കി ഞാനും അനിയനും നിൽക്കുമായിരുന്നു. എന്നിട്ട് അപ്പാപ്പൻ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടുവരുന്ന പലഹാര പൊതിയും തട്ടിപ്പറിച്ച് ഒറ്റ ഓട്ടം. ഫുട്ബോൾ എനിക്കിഷ്ടമാണെന്ന് അറിയാമായിരുന്ന അപ്പാപ്പൻ എൻ്റെ 7ാം പിറന്നാളിന് നല്ല വിലയുണ്ടായിരുന്നെങ്കിലും എനിക്കൊരു ഫുട്ബോൾ വാങ്ങിത്തന്നു. എന്നെ സൈക്കിൾ ഓടിക്കാൻ പഠിപ്പിച്ചതും അപ്പാപ്പനായിരുന്നു. വീണപ്പോൾ പേടിച്ച് കരഞ്ഞ എനിക്ക് ധൈര്യം തന്നതും എന്നെയും കൂട്ടി അടുത്തുള്ള തോമൻ ചേട്ടൻ്റെ കടയിൽ നിന്ന് സോഡ വാങ്ങിത്തന്നതും എനിക്ക് ഓർമ്മയുണ്ട്. പപ്പയുടെ ജോലി സ്ഥലത്തിനടുത്തുള്ള സ്കൂളിലേക്ക് മാറി 1 വർഷം കഴിഞ്ഞപ്പോഴാണ് അപ്പാപ്പന് അസുഖമുണ്ടെന്ന് ഞാൻ അറിഞ്ഞത്. സ്നേഹനിധിയായിരുന്നെങ്കിലും അപ്പാപ്പന് ഒരു ദുശീലമുണ്ടായിരുന്നു. കുറച്ച് മദ്യപിക്കുമായിരുന്നു. ആ ശീലം മാത്രം ഞങ്ങളൊക്കെ പറഞ്ഞിട്ടും അപ്പാപ്പൻ മാറ്റിയില്ല. പയ്യെ പയ്യെ ശരീരം ക്ഷീണിക്കാൻ തുടങ്ങിയപ്പോഴാണ് ആശുപത്രിയിൽ പോകാൻ സമ്മതിച്ചത്. അപ്പോഴേക്കും വൃക്കരോഗം ബാധിച്ചിരുന്നു. ആശുപത്രിയിൽ കാണാൻ ചെന്നപ്പോഴും എന്നെ അടുത്തിരുത്തി മുടിയിഴയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, നന്നായി പഠിച്ച് നല്ല ജോലിയൊക്കെ മേടിക്കണം. എൻ്റെ 8ാം ക്ലാസ്സിലെ വർഷാവസാന പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് മടങ്ങാൻ തുടങ്ങും നേരം അപ്പാപ്പൻ ഞങ്ങളെ വിട്ടുപോയെന്നും പറഞ്ഞ് ഫോൺ വന്നു. നാട്ടിലെത്തുന്നതുവരെ അപ്പാപ്പൻ്റെ ഓർമ്മകളിൽ വിങ്ങിപ്പൊട്ടുകയായിരുന്നു. എടാ, ഞാൻ മരിച്ചു കഴിഞ്ഞ് എല്ലാ വർഷവും എൻ്റെ കല്ലറയിൽ വന്ന് മെഴുകുതിരി തെളിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് അപ്പാപ്പൻ ഉറക്കെ ചിരിക്കുമായിരുന്നു. ഹാനൻ വെള്ളം ദേഹത്ത് വീണപ്പോഴാണ് ഓർമ്മകളിൽ നിന്ന് ഞെട്ടിയുണർന്നത്. ഒപ്പീസ് കഴിഞ്ഞ് എല്ലാവരും സെമിത്തേരിയിൽ നിന്ന് നീങ്ങിത്തുടങ്ങിയിരുന്നു. അന്നത്തെ ആ സന്തോഷമുള്ള കാലഘട്ടം ഇനി ഒരിക്കലും എനിക്ക് തിരിച്ചു കിട്ടില്ലല്ലോ.